ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ വർഗീസ് തോമസ് അച്ഛൻ, ഇടവക വികാരി ജോസഫ് ജോണി അച്ഛൻ, സി വി മാത്യു അച്ഛൻ, സുദീപ് അച്ഛൻ, റേച്ചൽ മിസ്, ഏറ്റവും പ്രിയപ്പെട്ട ഇടവകജനമേ, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷത്തിൻ്റെ നാളുകളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. കാരണം ഇത്തരത്തിൽ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക എന്നത് വളരെ നാളത്തെ പ്രാർത്ഥനയുടെ ഒരു ഫലമാണ്. എപ്പോഴും പുതുതായി ശമ്മാശ സ്ഥാനം അല്ലെങ്കിൽ കശീശ സ്ഥാനം ഏറ്റെടുക്കുന്ന ആൾക്കാരോട് അതൊരു ഹണിമൂൺ പീരീഡാണ്. ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ്. എല്ലാവരും നമ്മളോട് സംസാരിക്കുന്നു, അതുവരെ കിട്ടാതിരുന്ന പരിഗണനകളൊക്കെയും ലഭിക്കുന്നു. അങ്ങനെയുള്ള ഒരു വളരെ പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻറ്റ്സിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഇതുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് വരാം എന്നിതുവരെയായിട്ട് ഞാൻ ശീലിച്ചിട്ടില്ല. കാരണം ഷമാശനായി കഴിഞ്ഞ 1 മാസത്തിൻ്റെ അകമാണ് ഞാൻ കശീശയായിട്ട് സ്ഥാനമേൽക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഷമാശ സ്ഥാനം ആ പുതുമയോടെ തന്നെ നിലനിൽക്കുകയാണ്. കശീശ സ്ഥാനം എൻ്റെ ജീവിതത്തിലേക്ക് വന്നു കയറുകയും ചെയ്തിരിക്കുന്നു. എന്നെ സഭ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഉത്തരവാദിത്തം, ഈ കശീശ സ്ഥാനം, അതൊരിക്കലും എൻ്റെ മാത്രം പ്രാർത്ഥനയുടെയോ പ്രയത്നത്തിൻ്റെയോ ഫലമല്ല. അതൊരു ഇടവകയുടെ കൂട്ടായ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും കണ്ണുനീരൊഴുക്കിയുള്ള ദൈവത്തോടുള്ള അപേക്ഷയുടെയും ഫലമാണ്. അതിലെനിക്ക് മുൻപേ പ്രാർത്ഥിച്ചു തുടങ്ങിയ അനേകരുണ്ട്. പ്രത്യേകിച്ച് ഈ ഇടവകയിൽ ആദ്യമായിട്ട് നമ്മുടെ ഇടവകയിലാണ് ആദ്യമായിട്ട് ഞാൻ മൈക്കിന് മുമ്പിൽ നിന്ന് പാടുന്നത്. പപ്പ എപ്പോഴും പറയും, ഞാൻ ചെറുപ്പത്തിൽ LKG പഠിക്കുമ്പോൾ സ്കൂളിൽ പോകാൻ നേരം, അന്ന് ഇവിടെ അല്ലായിരുന്നു സ്കൂളിൽ പോകാൻ നേരം ഈ ഭാഗത്ത് വരുമ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വേണ്ടി മൈക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കും. അത് കാണുമ്പോൾ എനിക്കിവിടെ കയറി നിന്ന് എന്തെങ്കിലും പാടിയെങ്കിലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഈ മദ്ബഹായുടെ മുമ്പിൽ നിന്നാണ് ഞാൻ മൈക്കിലൂടെ സംസാരിക്കുവാനായിട്ട് പാടുവാനായിട്ട് ആദ്യം പഠിച്ചത്. എന്നെ വളർത്തിയെടുക്കുവാനായിട്ട് പ്രയത്നിച്ച, അതിന് കാരണക്കാരായ ഇടവകയിലെ സംഘടനകളുണ്ട്. പ്രത്യേകിച്ച് സൺഡേ സ്കൂളിലേക്ക് എന്നെ കൈപിടിച്ച് നടത്തിയ എൻ്റെ ചേച്ചിയുണ്ട്. സൺഡേ സ്കൂളിൽ ചെന്നപ്പോൾ എനിക്ക് മാർഗനിർദ്ദേശം തന്ന അനേകരുണ്ട്. പ്രത്യേകിച്ച് രമ്യ ചേച്ചി, സൗമ്യ ചേച്ചി, ജോൺസൺ ചാൻ, എബിച്ചാൻ, എല്ലാവരും. സൺഡേ സ്കൂളിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകരുണ്ട്. പ്രധാന അധ്യാപകരായിട്ട് ഞാൻ അന്നത്തെ പ്രധാന അധ്യാപകനായിട്ടിരുന്ന ചെറിയാൻ സാർ, റേച്ചൽ മിസ്, പിന്നീട് വന്ന ജോളി മിസ്, എല്ലാവരും എൻ്റെ ശുശ്രൂഷയിൽ എന്നെ ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ അനേകം പ്രാർത്ഥന നിർവഹിച്ച മനുഷ്യരാണ്. എന്നെ പഠിപ്പിച്ച എൻ്റെ അധ്യാപകരുണ്ട്. മറിയ മാമ മിസ്, ശാന്തം മാമ, പ്രത്യേകിച്ച് റേച്ചൽ മിസ്. ഇവരുടെ എല്ലാവരുടെയും ജീവിതത്തിലൂടെയും ഇവരുടെ എല്ലാവരുടെ പഠിപ്പിക്കലിലൂടെയും ലഭിച്ച ദൈവിക വചനമാണ് എന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ ഒരുക്കിയത്. എന്നെ പാട്ടുപാടാനായിട്ട് പ്രാപ്തിയാക്കിയ എൻ്റെ കൊയറുണ്ട്. എന്നെ പാട്ട് പഠിപ്പിച്ച മനോജാനുണ്ട്. ഞാൻ ആദ്യം കൊയറിൽ പാടാൻ വരുമ്പോൾ മനോജാനാണ് ഇവിടുത്തെ കൊയർ ലീഡർ. എന്നെ പാട്ട് പാടാൻ എന്നെ പ്രേരിപ്പിച്ച പ്രസാദ് ചാനുണ്ട്, പ്രകാശ് ചാനുണ്ട്. പട്ടംകുട ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങിയ എൻ്റെ പ്രിയപ്പെട്ട കൊയർ അംഗങ്ങളുണ്ട്. എനിക്ക് വേണ്ടി ഇന്നലെ രാത്രി ഓടിയെത്തിയ ജീവനുണ്ട്. എനിക്ക് വേണ്ടി എൻ്റെ ശുശ്രൂഷയിൽ എന്നെ ഏറ്റവും ബലപ്പെടുത്തിയ എൻ്റെ യുവജന സഖ്യമുണ്ട്. യുവജന സഖ്യത്തിലെ സീനിയർ അംഗങ്ങളുണ്ട്. ഞാൻ ആദ്യമായിട്ടല്ല ഞാൻ പാട്ട് പാടാനായിട്ട് ഞാൻ നിന്നത്, ഞാൻ മത്സരങ്ങൾക്ക് വേണ്ടി പോയത്, യുവജന സഖ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചത്, ഇതിൻ്റെയൊക്കെ ആകത്തുകയാണ് ഈ കുപ്പായം. എനിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ച സേവികാ സംഘത്തിലെ എൻ്റെ അമ്മമാരുണ്ട്. എനിക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഇടവക മിഷൻ്റെ പ്രവർത്തകരുണ്ട്. എനിക്ക് വേണ്ട മാർഗനിർദ്ദേശം തന്ന ONG ജേക്കബങ്ങളുണ്ട്. എനിക്ക് വേണ്ട മാർഗനിർദ്ദേശം തന്ന മനു അങ്കിളുണ്ട്. എല്ലാവരെയും ഈ സമയത്ത് ഞാൻ നന്ദിപൂർവ്വം ഓർക്കുന്നു. ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് ഒരുങ്ങുമ്പോൾ, ഈ ശുശ്രൂഷയ്ക്ക് പോകുവാനായി സെമിനാരിക്കിലേക്ക് പോകുമ്പോൾ, ആ നാളുകളിൽ ഈ ഇടവക ചുമതലയിലുണ്ടായിരുന്ന ഡാനിയൽ വർഗീസ് അച്ഛനുണ്ട്.
എന്നെ സെമിനാരിയിലേക്ക് അയച്ച മാത്യൂസ് അച്ഛനുണ്ട്. അതിനുശേഷം വന്ന ഡാനിയൽ തോമസ് അച്ഛനുണ്ട്. പിന്നെ ഇടവകയുടെ ചുമതലക്ക് വികാരിയായിരിക്കുന്ന ജോസഫ് ജോണി അച്ഛനുണ്ട്. എനിക്ക് വേണ്ട മാർഗനിർദ്ദേശം തന്ന അജയ് അച്ഛനുണ്ട്. എന്നെ അജയ് അച്ഛൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സെമിനാരി പോകാൻ പഠിക്കാൻ വേണ്ടിയിട്ട്. ഷിബു അച്ഛനുണ്ട്, KJ ഫിലിപ്പ് അച്ഛനുണ്ട്. എല്ലാവരെയും ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത് എൻ്റെ മാതാപിതാക്കളോടാണ്. ചെറുപ്പം മുതൽ എനിക്ക് വേണ്ടി മുട്ടുമേന്ന് പ്രാർത്ഥിച്ചത് എൻ്റെ മാതാപിതാക്കളാണ്. വിഷമത്തിൻ്റെ പ്രയാസത്തിൻ്റെയും മധ്യത്തിലൂടെയൊക്കെയും കടന്നു പോകുമ്പോൾ മുഴങ്കാൽ മടക്കിയുള്ള പ്രാർത്ഥന മാത്രമാണ് ഞങ്ങളുടെ കുടുംബത്തെ മുമ്പോട്ട് നയിച്ചത്. ഈ ഇടവകയുടെ സ്നേഹം മാത്രമാണ് മുമ്പോട്ട് നയിച്ചത്. എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ഒരുങ്ങിയത് എൻ്റെ പപ്പയെയും അമ്മയെയും കണ്ടിട്ടാണ്. അവരുടെ കണ്ണീരിൻ്റെ വിലയാണ് ഈ കുപ്പായം. എത്ര നന്ദി പറഞ്ഞാലും മതിയാകാത്തതാണ് എൻ്റെ അച്ചു. അവളുടെ കഷ്ടപ്പാടാണ് ഈ കുപ്പായം. അവളുടെ പ്രാർത്ഥനയാണ് ഈ കുപ്പായം. അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ അച്ചത്വത്തിൻ്റെ അവൻ ആ ഒരു ശ്രേണിയിലേക്ക് മറഞ്ഞു പോകാതെ ഒരു പച്ച മനുഷ്യനായി ജീവിക്കുവാൻ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജോസഫ് ജോണി അച്ഛൻ ഞങ്ങളുടെ ചെമ്മാശ പട്ടംകുടയ്ക്ക് ഞങ്ങളെ ഓർമ്മിപ്പിച്ച ഒരു കാര്യമുണ്ട്. അത് ജീവിതാവസാനം വരെ എൻ്റെ മനസ്സിൽ കാണുമെന്നുമാണ് എൻ്റെ പ്രതീക്ഷ. അച്ഛനോട് ആ കുഞ്ഞ് ചോദിച്ച ചോദ്യം, ആർ യു എ പ്രീസ്റ്റ്? അച്ഛൻ പറഞ്ഞു, യെസ്. ആർ യു എ ക്രിസ്ത്യൻ? ഒരു പട്ടക്കാരനായിരിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കും, പക്ഷെ മരണപര്യന്തം കർത്താവിൻ്റെ ശിഷ്യനായിരിക്കാൻ നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥന ഈ സമയത്ത് ഞാൻ യാചിക്കുന്നു. എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. താങ്ക് യു. കൃതജ്ഞത പ്രകാശിപ്പിക്കുവാനായിട്ട്